ജേക്കബ് തരകൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായ അളന്നുകുറിച്ചൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം എന്താണ്, നമ്മുടെ ലക്ഷ്യം വലുതാണ്, പക്ഷേ നമ്മുടെ സമയം തീരെ ചെറുതാണ്. അതിന്റെ കൂടെ പ്രധാനമന്ത്രിയോട് ചേർന്ന് യോഗത്തിൽ തിരിച്ചടിക്കുള്ള സമയം, തിരിച്ചടിയുടെ ലക്ഷ്യം, തിരിച്ചടിയുടെ രീതി അതൊക്കെ തീരുമാനിക്കാൻ സൈന്യത്തെ ചുമതലപ്പെടുത്തുക വഴി വരും ദിവസങ്ങളിൽ രാജ്യം കാത്തിരിക്കേണ്ടത് എന്താണ്? ശ്രീ ജേക്കബ് തരകൻ, അങ്ങയുടെ അനുഭവ പരിചയത്തിൽ. ഹാഷ്മി, വളരെ നന്ദി. ആദ്യമേ തന്നെ എൻ്റെ അനുശോചനം ഈ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും ഞാൻ അർപ്പിക്കട്ടെ. നേരത്തെയും ഞാൻ വേറെ ചാനലിൽ പറഞ്ഞിരുന്നു, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, അത് ചെയ്യാൻ അധികാരം ആര് ഏൽപ്പിക്കുന്നു അവരാണ് തീരുമാനിക്കേണ്ടത്. പണ്ടും മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡേഴ്സിന് എപ്പോഴും ഫ്രീഡം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇപ്പോൾ കൊടുത്തു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അനുമാനിക്കുക, അതായത് ഊഹാപോഹങ്ങളാണ്. നമുക്ക് അറിവിൻ്റെയോ അല്ലെങ്കിൽ അറിവ് കേടിൻ്റെയോ അതിലേക്ക് അറിവിൻ്റെ പര്യാപ്തത കൊണ്ടോ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് പറയാൻ ഒക്കുന്നത്, അതിനുള്ള മാർഗങ്ങൾ എന്തായാലും ശരി, അത് നടക്കുമ്പോൾ എന്തെങ്കിലും സ്പെക്ടാക്കുലർ ആകണം എന്നാണ് എൻ്റെ അനുമാനം. കാരണം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഉറിക്ക് പകരം ഒരു ആക്ഷൻ ചെയ്തു, ബാലാക്കോട്ടിൽ നമ്മൾ ഒരു ആക്ഷൻ ചെയ്തു. അപ്പം അതിനെയൊക്കെ വെല്ലുന്ന ഒരു ആക്ഷൻ ഇപ്പം ആക്ച്വലി എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ ഈ നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, പഴയതിലും എന്തോ വലുത് നടക്കാൻ പോകുന്നു എന്നുള്ളത്. അതിനെ തോൽപ്പിക്കാൻ, അതിനെ കെടുത്താനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ എന്തെങ്കിലും സ്പെക്ടാക്കുലറായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു കണ്ടീഷൻ കാണും, അല്ലെങ്കിൽ അതിനൊരു സുഖമില്ല. ഉറപ്പായും നമ്മൾ സാക്ഷ്യം വഹിച്ചത് അടുത്ത കാലത്ത് നമ്മുടെ നെഞ്ചകം കീറിയ കാഴ്ചകളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആ ദൃശ്യങ്ങളടക്കം സ്വാഭാവികമായും നമ്മുടെ ഓരോ പൗരന്റെയും വികാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു ആയിരം ഇരട്ടി മടങ്ങുകൾ എന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും സൈനികരുമായി നടത്തിയ ഏറ്റുമുട്ടലല്ല, ഏതെങ്കിലും സൈനിക മേഖലയിൽ നടത്തിയതല്ല. ഇത് നിരപരാധികളെ, പാവങ്ങളെ, ടൂറിസ്റ്റുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നത് അതിൽ പരം നിഷ്ഠൂരമായ കുറ്റകൃത്യം മറ്റൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായും അതിന്റെ 10 മടങ്ങിരട്ടിയിൽ തിരിച്ചടി നൽകണമെന്ന് ഓരോ പൗരന്റെയും ആഗ്രഹം ഒരു ആവേശത്തിൽ മാത്രം ഉണ്ടാകുന്ന ആഗ്രഹം, അത് അവന്റെ ഉള്ളിൽ തിളക്കുന്ന രാജ്യസ്നേഹത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹമാണല്ലോ ശ്രീ ജേക്കബ് തരകൻ. താങ്കൾ പറയുന്നത് പോലെ ഒരു ഓൾ ഔട്ട് വാർ എന്നതിലേക്ക് ചിലപ്പോൾ പോയില്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ അനീതിക്ക് പകരം കൊടുത്തു എന്ന് കൃത്യമായ ഓരോ പൗരനും ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് സംഭവിക്കണം, അല്ലേ ശ്രീ ജേക്കബ് തരകൻ? അതെ, ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു ബെഞ്ച് മാർക്കുണ്ട്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്, അത് നമ്മൾ ക്രോസ് ചെയ്യണം. പക്ഷേ ഇത് ഒരു എസ്കലേഷൻ്റെ ആ ലാഡർ, അതായത് എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകുന്നു. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് 26 പേര് ഒരുമിച്ച് മരിച്ചു എന്നുള്ള ഒരു പ്രശ്നമാണ്. അതായത് 26 നിസ്സഹായരായ, നിഹസ്തരായ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായ കുറച്ച് വിനോദസഞ്ചാരികളെ 4 പേർ കൂടി വെടിവെച്ച് കൊന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ രോഷം കൊള്ളുന്നത്. ഞാനൊരു കാര്യം താങ്കളിലൂടെ ഈ കാണുന്ന പ്രേക്ഷകരോട് ചോദിച്ചോട്ടെ, ഇത് 1ഓ 2ഓ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്രയും രോഷം കൊള്ളത്തില്ലായിരുന്നോ? അതോ 1ഓ 2ഓ വെച്ച് അടുത്ത 2-3 മാസം അവിടെ ഇവിടെയുമായി കൊന്നാൽ നമുക്ക് രോഷം? ഒരാളാണെങ്കിലും ശരി, 2 ആളാണെങ്കിലും ശരി, 26 ആണെങ്കിലും ശരി, ഏതൊരു ഇന്ത്യൻ പൗരനെയും പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ടെററിസ്റ്റ് വധിക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാകുന്നതാണ്. അതിലൊരു വികാരമുണ്ട്. പക്ഷേ ഈ വികാരത്തിനപ്പുറം ഒരു വിവേകമുണ്ട്, ഒരു വിവേചനമുണ്ട്. അതാണ് ഈ സമയത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്. നമ്മൾ വികാരം കൊണ്ട് എടുത്തു ചാടി ബഹളം ഉണ്ടാക്കി ഒരു ആക്ഷൻ ചെയ്യുന്നതിലും നല്ലത് വിവേചനപരമായി, വിവേകത്തോടെ നമ്മൾക്ക് എന്താണോ സാധിക്കാനുള്ളത് എന്ന് മുന്നിൽ, അതായത് ഒരു എൻഡ് സ്റ്റേറ്റ്, ഇതിൽ നിന്ന് ഔട്ട്കം എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ചതിന് ശേഷം ആണ് ആക്ഷൻ എടുക്കേണ്ടത്. എൻ്റെ അനുമാനത്തിൽ, എൻ്റെ ഊഹത്തിൽ ഞാൻ ഗ്രഹിക്കുന്നത്, ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി അങ്ങനെ ഒരു എൻഡ് സ്റ്റേറ്റ് കൊടുത്തു കാണും.
അത് താങ്കൾ ശരിയാവണ്ണം പറഞ്ഞു, ആർമി താങ്കൾ ശരിയാവണ്ണം അല്ലെങ്കിൽ പറഞ്ഞു. നേവി ഉറപ്പായും നമ്മുടെ അല്ലെങ്കിൽ സൈന്യം അങ്ങനെ കൂടുതൽ ചിന്തിക്കുള്ളൂ. ഇപ്പൊ കൂടി നമ്മളിപ്പോ അതെ ഉറപ്പായും നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നുന്ന വികാരം എല്ലാവരുടെയും ഉള്ളിൽ തോന്നുന്ന വികാരമാണ്. ഇപ്പൊ താങ്കൾ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നത് അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ കൂടി അറിയുന്നതുകൊണ്ടാണല്ലോ അങ്ങേക്ക് അത്രമാത്രം പക്വതയോട് പറയാൻ കഴിയുക. നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ കണ്ടത് നമ്മുടെ സഹോദരന്മാർ കൺമുന്നിൽ പിടഞ്ഞു വീണതാണ്, ഒന്നും ചെയ്യാത്ത പാവം സഹോദരന്മാർ. അതിന് അവർക്ക് ആ ചോരയ്ക്കൊരു പകരം ചോര എന്ന് ചോദിക്കുന്നത് എന്താണ്? ഉറപ്പായും ഓരോ ആൾക്കാരുടെയും ഉള്ളിലുള്ള ഒരു രാജ്യസ്നേഹവും ഒരു സഹോദര സ്നേഹവും ഒക്കെ കൊണ്ടാണല്ലോ സർ. ഞാൻ അങ്ങനെയൊക്കെ